ആദർശപരമായ വിയോജിപ്പ് തന്നെയാണ്. അത് ശൈഖ് പറഞ്ഞാലും തങ്ങൾ പറഞ്ഞാലും. ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്, ഞാൻ ഇതിന് മുന്നേ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓണം സംബന്ധിച്ച്. അപ്പോൾ അതിനോട് അനുബന്ധിച്ച് ഇന്ന് വേറൊരു ഉസ്താദ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടുവരാം. ആദർശപരമായ വിയോജിപ്പ് തന്നെയാണ്. അത് ശൈഖ് പറഞ്ഞാലും തങ്ങൾ പറഞ്ഞാലും ടീച്ചർ പറഞ്ഞാലും ആര് പറഞ്ഞാലും ആദർശപരമായ വിയോജിപ്പ് തന്നെയാണ്. ചിങ്ങം 1 അത്തം മുതൽ 10 തിരുവോണം വരെയുള്ള നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മാവേലിയെ ചവിട്ടിത്താത്തിയ വാമനമൂർത്തിയെയും അതിന് അവതാരം കൊടുത്ത വിഷ്ണുവിനെയും ആരാധിക്കാനുള്ള 10 ദിവസത്തെ ഏർപ്പാടല്ലെങ്കിൽ പിന്നെ എന്താ? അതിന്റെ പേര് ബിസിനസ് അപ്പുറത്ത് നടത്തും. ആ ബിസിനസിന്റെ കടയിൽ പോയിട്ട് സാധനം വാങ്ങാൻ പറ്റൂല നമ്മൾ പറഞ്ഞിട്ടില്ല. ആ ഉത്സവത്തിൽ പങ്കെടുക്കേണ്ട നമ്മൾ പറഞ്ഞിട്ടില്ല. ആദർശത്തിന്റെ ഭാഗമാണോ അല്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി. അത് ഹിന്ദു പണ്ഡിതന്മാരാണ് തീരുമാനിക്കേണ്ടത്, രാഷ്ട്രീയക്കാരല്ല. ഹിന്ദു പണ്ഡിതന്മാരാണ്. ഓണം ആരാധനയുടെ ഭാഗമല്ല, വെറും ആഘോഷത്തിന്റെ ഭാഗമാണെന്ന് അന്നും ഇന്നും കേരളത്തിലെ ഹിന്ദു പണ്ഡിറ്റുമാര് പറഞ്ഞത് അത് ആരാധന തന്നെയാണ്. രാവിലെ മുതൽ എല്ലാ ദിവസവും പൂജകൾ നടക്കുന്നുണ്ട്. അത്തം മുതൽ തിരുവോണം വരെയുള്ള നക്ഷത്രങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് ആ മഹാന്മാർക്ക് പൂജകൾ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ പൂക്കളം തീർച്ചയായിട്ടും ആരാധനയുടെ ഭാഗമാണ്. രാവിലെ പോകുന്ന തിരുവോണം നക്ഷത്രത്തിന്റെ അന്ന് അമ്പലത്തിൽ പോയി തൊഴുതുന്നത് തീർച്ചയായിട്ടും അത് ആദർശത്തിന്റെ ഭാഗമായിട്ടാണ്. മുസ്ലിമീങ്ങൾ കയറിയായ ആദർശം കൊളാക്കരുത് നമ്മൾ പറയുന്നത്. ഓരോ മതക്കാരും മാന്യതയോടുകൂടി അവർ ആഘോഷം നടത്തട്ടെ, ആരാധന നടത്തട്ടെ. ഹിന്ദുക്കളുടെ ആരാധനയിൽ കയറി മുസ്ലിമീങ്ങൾ കൊളാക്കാൻ മെനക്കെടരുത്. മുസ്ലിമീങ്ങളുടെ ആരാധനയിൽ കയറി ഹിന്ദുക്കൾ കൊളാക്കാറില്ലല്ലോ. മുസ്ലിമീങ്ങളെ ഇബാദത്തിൽ കയറിയിട്ട് ഹിന്ദുക്കൾ കൊളാക്കാൻ നിൽക്കാറുണ്ടോ? ഏതെങ്കിലും പെരുന്നാളിന്റെ ദിവസം ഇവിടുത്തെ കുഞ്ഞിരാമൻ സാറും നാരായണൻ സാറും വന്നിട്ട് മുമ്പ് സഫിൽ കൈയിട്ടാൻ നിൽക്കലുണ്ടോ? അതേപോലെ തന്നെ ജോർജ് സാറ് വരാറുണ്ടോ? ക്രിസ്ത്യാനികൾ ആരെങ്കിലും മുസ്ലിമീങ്ങൾ ആരാധന കൊളാക്കാൻ നിൽക്കാറുണ്ടോ? മുസ്ലിങ്ങൾ മാത്രമായിട്ട് എന്തിനാണ് മറ്റുള്ളവരുടെ ആരാധനയിൽ കയറിയിട്ട് കൊള്ളാൻ നിൽക്കുന്നത്? അത് മുസ്ലിമീങ്ങൾക്ക് നിയമപരമായ വിഷയമുള്ളത് കൊണ്ട് അതിനെ എതിർക്കുന്നവർക്ക് അത് താല്പര്യം കാണും. അതുകൊണ്ട് ആദർശത്തെ ആദർശമായി കാണണം, മതത്തെ മതമായി കാണണം. അത് മതക്കാരുടെയും ആദർശക്കാരുടെയും അടിസ്ഥാനപരമായ യോഗ്യതയാണ്. സന്തോഷം തോന്നിയത് ചാനലുകളിൽ ഹിന്ദു മതത്തിൽപ്പെട്ട ചില സുഹൃത്തുക്കള് ആ ടീച്ചറുടെ ആദർശബോധത്തെ കൃത്യമായി പറയുകയും അതിലെന്താണ് തെറ്റെന്ന് ചോദിക്കുകയും ചെയ്തപ്പോൾ അത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ മുസ്ലിം സംഘടനാ നേതാക്കന്മാര്, പ്രത്യേകിച്ച് ആദർശ നേതാക്കന്മാര് പറയേണ്ട വിഷയമായിരുന്നു. അവര് മിണ്ടിയില്ല. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ളത് ആദർശമല്ല, മറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന മറ്റെന്തോ. അപ്പൊ ഇതാണ് ഈ ഉസ്താദ് പറഞ്ഞത്. നല്ല രീതിയിൽ എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ ഈ ഉസ്താദ് പറഞ്ഞു തന്നിട്ടുണ്ട്. മനസ്സിലാകുന്നവർക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ഈ ഇദ്ദേഹത്തിൻ്റെ നിലപാട്. അപ്പോൾ നിങ്ങൾ ഈ നിലപാടിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.